നല്ല മഴയത്ത് നമ്മൾ ഈ ഒരു മുതലെടുത്തിട്ട് കറങ്ങുന്ന കേട്ടോ. ഇത് ആക്ച്വലി റിയാനി അടുത്തടുത്ത വണ്ടിയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം. എന്താ യൂണിഫോം അയച്ചിട്ട് വന്നാൽ മതി. അത് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നമ്മൾ റിയാന് വേണ്ടി വാങ്ങിയ വണ്ടിയാണ്. റിയാൻ്റെ 5ാമത്തെ ബർത്ത്ഡേന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ്. ഇത് ആക്ച്വലി ATV കാറ്റഗറിപ്പെട്ട വണ്ടിയാണ്. 4 ടയർ ഈ വണ്ടിക്കുണ്ട്. സാധാരണ നമ്മുടെ അടുത്തുള്ള ബൈക്സിനൊക്കെ 2 ടയറേ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ കുട്ടിയൊക്കെ ഒരു 4 വീൽ വണ്ടി എടുക്കുന്നത്. 4 വീൽ മീൻസ് 4 ടയറിലെ വണ്ടി എന്നാണ്. മാസി ഇവിടെ ഉണ്ട്. മാസി പോയിട്ട് ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റിപ്പോ. ഓക്കെ. പിന്നെ അതുപോലെ മാസിൻ്റെ വണ്ടികൾ ഇവിടെ ഉണ്ട്. മാസിക്ക് ഒരു നമുക്ക് മഴയത്ത് വിളിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഇത് മാസിൻ്റെ പഴയ വണ്ടിയാണ്. ഇത് 2020 വേർഷനാണ് വണ്ടി. ഇത് മാസിൻ്റെ പുതിയ വണ്ടിയാണ്. TC65 2024 വേർഷനാണ്. ഇത് ഇന്ത്യയിൽ ഒരു PC ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ HGSൻ്റെ നല്ല അടിപൊളി എക്സോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പുതിയ എക്സോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റേസിന് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഈ മാസം 29 നമുക്ക് റേസ് ഉണ്ട്. അപ്പം ഇനി ഈ വണ്ടിയുടെ കാര്യം പറയാം. ഇത് ഞങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് ഈ വണ്ടി വാങ്ങിയത്. ഞാൻ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഇതിന് കീലെസ് എൻട്രി ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ കിക്ക് എന്നൊക്കെ സൗണ്ടൊക്കെ ആവും. ഉണ്ടല്ലേ? അതുപോലെ ഇത് ഞെക്കിയാൽ വണ്ടി സ്റ്റാർട്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പം ഗിയറിലുള്ള അതുകൊണ്ട് കേട്ടോ. 4 ഗിയറാണ്. അല്ലോ നോക്കിട്ടെ. 4 ഗിയറാണ്. 4 ടയറാണ് വണ്ടിക്ക് വരുന്നത്. ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. തട്ടിക്കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ കൂടെ താങ്ങും കേട്ടോ വണ്ടി. പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ, നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വർക്കാവും ഉണ്ടല്ലേ? ഇതൊക്കെ അടിപൊളിയായിട്ട് വർക്കാവും. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ടയേഴ്സാണ്. ടയറിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ മെറ്റൽ ഫ്രെയിമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്ര വലിയ ലോ ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ അങ്ങനെ എടുത്തിട്ട് കറക്കി കഴിഞ്ഞാൽ സൈഡൊക്കെ പൊക്കിയിട്ടൊക്കെ പോയിരുന്നു. പൊക്കിപ്പോയതല്ല, അറിയാണ്ട് പറ്റിപ്പോയതാണ്. എന്നതിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പം ഇത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കല്ല, കുറച്ച് പവറുള്ളൊരു ഫൈബറാണ് ഇത് വരുന്നത്. ഈ 2 ഹെഡ്ലൈറ്റ്സും വർക്കാവും. ഇതൊക്കെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ വർക്കാവുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. കണ്ടില്ലേ? നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഇതിപ്പോൾ സാധാരണ ഇവിടെയല്ല ആക്സിലേറ്റർ. ഇത് ഡേഞ്ചർ ആയതുകൊണ്ട് ATVയിലധികം ഇതായിരിക്കും ആക്സിലേറ്റർ ഉണ്ടാവുക. സ്റ്റാർട്ട് ആക്കാനത് ഒരു ബ്രേക്ക് പിടിക്കുക. അതിനകത്ത് അത് ബാറ്ററി ചത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ തള്ളി സ്റ്റാർട്ടാക്കണം. കുറേ കാലമായില്ലേ വെച്ചിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഫ്യൂവൽ പെട്രോളാണ്. ഒരു 3 ലിറ്ററിൻ്റെ പെട്രോളിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ടാങ്ക് വരുന്നത്. നമുക്ക് 2 ആക്കി കഷ്ടിച്ചിരിക്കാം. ഇവിടെ ഒരു ബാക്കിൽ ചാരിയിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഡിസൈൻ കൊടുത്തതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു കാരിയറായിട്ട് ഉപയോഗിക്കാം. സാധനങ്ങളൊക്കെ നമുക്ക് ലോഡ് ചെയ്യാം. എക്സോസ്റ്റ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഈ ഒരു സിംഗിൾ എക്സോസ്റ്റ് വരുന്നത്. ഇത് ഏത് ബ്രാൻഡാണെന്ന് ചോദിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, നിങ്ങൾ ചെയിനാണ്, ചെയിൻ ഡ്രൈവാണ് വരുന്നത്. ചെയിൻ അവിടുന്ന് എഞ്ചിൻ നേരെ ഇവിടെ വന്നിട്ട് ഇതാണ് ഡിസ്ക്. ഫ്രണ്ടും ബാക്ക് ഡിസ്ക് ബ്രേക്കാണ്. റോഡൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫ്രണ്ട് ടയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് ടയർ കുറച്ചും കൂടി വലിപ്പം കൂടുതൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഓക്കെയാണ്. പിന്നെ ഇത് ഈ ഒരു നെട്ടിന് ഈ 4 നെറ്റ് ഉണ്ടോ, ഈ 4 നെറ്റിൻ്റെ മുകളിലാണ് ശരിക്കും ടയർ നിൽക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അതിനുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ബൈക്കിനൊക്കെ ബ്രേക്കിൻ്റെ സെറ്റപ്പ് വരുമ്പോൾ ഇവിടെ എക്സ്ട്രാ സെറ്റിങ്സ് വരും. പക്ഷേ ഇത് ബ്രേക്ക് സെറ്റിങ്സ് വരുന്ന മിഡിലാണ്. ഇത് ഇവിടെ ATV പൊതുവെ ഞാൻ കണ്ട വണ്ടികളൊക്കെ ഇതുപോലെ ബ്രേക്ക് സെറ്റപ്പ് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സാധാരണ നമ്മൾ ചെറിയൊരു ബൈക്കിൻ്റെ ആ ഒരു സെറ്റപ്പാണ്. ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പുതിയ വണ്ടിയാണ്, നമ്മൾ അത് ഉപയോഗിച്ചില്ല. പിന്നെ ഹൈഡ്രോളിക്കാണ് ബ്രേക്ക് വരുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. സസ്പെൻഷൻ പുറകിൽ സിംഗിൾ സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. ഇത് കണ്ടില്ലേ? ഈ സിംഗിൾ സസ്പെൻഷൻ അവിടെ നിന്ന് മൊത്തം നിൽക്കുന്നത്. പക്ഷെ എന്നാലും താങ്ങും. ഒരു 100-120 കിലോ വെയിറ്റ് ഒക്കെ താങ്ങിയിട്ട് വണ്ടി സുഖമായിട്ട് ലോഡ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. എഞ്ചിന് എന്ന് വെച്ചാൽ ഇത് 135 cc ആണ് എഞ്ചിൻ വരുന്നത്. പക്ഷേ ബൈക്കിൻ്റെ 135 cc ക്വാളിറ്റി ഒന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം കുഴപ്പമില്ലാത്തൊരു വൈബ്രേഷൻ ഈ സാധനത്തിന് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ കേട്ടോ. ചെറിയൊരു കുഞ്ഞ് എഞ്ചിനാണ്. പിന്നെ ബൈക്കിൻ്റെ എഞ്ചിനും ഇതും കമ്പയർ ചെയ്യുമ്പം ഇതിന് റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. ഈ ലിവർ ഉണ്ടോ, ഇതിപ്പം മുന്നോട്ട് ടക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോർവേഡിൽ ആക്കിയിട്ട് അത് കൊടുത്താൽ വണ്ടി അങ്ങനെ പോയിക്കോളും. ഇനി മിഡിലിട്ട് കഴിഞ്ഞാൽ ന്യൂട്രായി, വണ്ടി നീങ്ങൂല. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്ന അതേ സ്പീഡിൽ പുറകോട്ടും പോകും. എന്ന് വെച്ചാൽ റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ വണ്ടി ഒരേ പവറിൽ യാതൊരു മാറ്റമുള്ളൂ. എനിക്ക് തോന്നുന്നു റിവേഴ്സിലാണ് കുറച്ചും കൂടി കൂടുതൽ പവർ എനിക്ക് ഫീൽ ആകുന്നത് കേട്ടോ. പിന്നെ ഈ പ്ലാറ്റ്ഫോം നല്ല പവർ കേട്ടോ, അടിപൊളി പവർ. അറിയാനാ കയറിക്കോ, പേടിക്കുവാ നീ നമ്മൾ പോകുമ്പോൾ പേടിക്കുവാ. അപ്പോൾ ഭയങ്കര ഫാസ്റ്റിലൊക്കെ പോവേ. ഇന്ന് മാജി ഓടിക്കുകയും ചെയ്യും, അതുപോലെ ഇന്ന് റയാൻ ഓടിക്കും. നീ എൻ്റെ വണ്ടി എടുത്തിട്ടോ, എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തിട്ടോ. ഇത് 2 വണ്ടി എന്തിനാ വെച്ചാൽ ഒരു വണ്ടി നമ്മൾ റേസിന് മാത്രം എടുക്കുന്നുള്ളൂ,
ഈ വെള്ള വണ്ടി പ്രാക്ടീസിന് എടുക്കുക. കാരണം നമ്മൾ വെള്ള വണ്ടി ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് റേസ് ട്രാക്കിൽ പോയിട്ട് ചിലപ്പോൾ 2-3 റേസിൽ നമുക്ക് വണ്ടി ഓഫായ സീനും വണ്ടി റണ്ണിങ് കണ്ടീഷൻ ഇല്ലാത്ത ഇഷ്യൂ ഒക്കെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും എഫോർട്ട് എടുത്ത് നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂർ എടുത്ത റൗണ്ട് ഇവിടുന്ന് എല്ലാവരും വണ്ടി എടുത്തിട്ട് പെട്രോളും കത്തിച്ച് 1 ദിവസം 2 ദിവസം മെനക്കെടാം. അവിടെ പോയിട്ട് അവിടെ നിന്ന് വണ്ടി കംപ്ലൈൻറ്റ് എന്തെങ്കിലും അവസ്ഥയല്ലേ. അപ്പോൾ അതിനൊരു ഫോം വഴി എന്നല്ലാണ് ഞാൻ പുതിയൊരു വണ്ടി ഇറക്കിയത്. അപ്പോൾ അത് റേസിങ്ങിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസിന് എടുക്കും. ഒരു കണക്കിന് ഈ വണ്ടിക്ക് ഇങ്ങനെ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു വണ്ടി എടുത്തിടുന്നത്. അപ്പം നമുക്ക് ധൈര്യത്തോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അയൽവാസി അയൽവാസി അപ്പോൾ സ്റ്റാർട്ടാക്കി ഓക്കെ സ്റ്റാർട്ടാവില്ലേ തള്ളി സ്റ്റാർട്ടാക്കണം ഇപ്പോൾ. ഓക്കെ അയ്യേ സൗണ്ട് എന്ത് അപ്പി സൗണ്ടാ ഫാർട്ടിങ് ആന്നില്ല നമുക്ക് ക്യാൻഡിലിടാം. ഓക്കെ പപ്പന് മൊബൈൽ എടുത്തിടാ. ഇനി ഞാൻ കാണിച്ചു കേട്ടോ ആക്ഷൻ. ഓക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞ് മാസി ആയിരിക്കും നമ്മളെ ക്യാമറമാൻ. ഷൂലിട്ടിന് എല്ലാവരും മാറിക്കോ. അപ്പോൾ നമ്മളിതെങ്ങനെ സ്റ്റാർട്ടാക്കുന്നത് കാണിച്ചു കേട്ടോ. ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ തള്ളും. ഇങ്ങനെ തള്ളിയിട്ട് രണ്ട് കൈ പിടിക്കൂല. നമ്മളിങ്ങനെ സ്റ്റാർട്ടാക്കോ. ഓക്കെ നമ്മൾ ഗിയറിലേക്ക് ഇടും. ഗിയറിലേക്ക് ഇട്ടിട്ടേ കാല് മാറ്റാണ്. കാല് ഇറക്കല്ല, കാല് മുമ്പോട്ടൊക്കെ സ്റ്റാർട്ടായി ഗായ്സ്. നമ്മള് വണ്ടി സ്റ്റാർട്ട് ആ വണ്ടി ഗിയറിലിട്ട് സ്റ്റാർട്ടാക്കി അതിന് പോവാ. സ്റ്റാർട്ടായി കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് നീ ഓടിക്കണ്ട, പപ്പ ഓടിച്ചോളൂ. ഇന്നലെ പനിയും വയറ്റ് നോക്കലും പിടിച്ചെടുത്ത് ചക്കറാ. ഇത് മഴ നമുക്ക് നല്ല റോഡാണ്. പട്ടി ഈ വണ്ടി പേടിച്ചിട്ട് ഓടി. ഇനി പട്ടി അടിക്കുന്നില്ല. വെള്ളം സ്കൂളും വിട്ട് വന്നിട്ട് നേരെ കണ്ടത്തിലേക്ക്. നമ്മളെ 90 കിഡ്സിനെ പോലെയാണ് നമ്മുടെ മക്കൾ വളർത്തുന്നത് കേട്ടോ. അത് പോയിട്ട് വരട്ടെ. നമുക്ക് വെള്ളത്തിൽ ഇറക്കണ്ടേ? ചളിയിൽ ഇറക്കണ്ട. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറക്കിയാൽ നമുക്ക് എന്താ ആര് മരിച്ചു വന്ന്? എന്ത് പാട്ടാ? അയൽവാസി പപ്പൻ്റെ ഫ്രണ്ട് നമ്മളെ അയൽവാസി. ഓക്കെ ഇതിൻ്റെ റിവേഴ്സ് ഗിയർ കാണിച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞ ലിവർ ഇല്ലേ, ഇതിൽ ഫസ്റ്റിലുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ ഫസ്റ്റിലുള്ളത്. ഇപ്പോൾ കൊണ്ട് ഇവിടെ ന്യൂട്രായി, മിഡിലിൽ ഇങ്ങോട്ട് ബാക്കോട്ടല്ലേ റിവേഴ്സായി. ഇനി ഇതേപോലെ അത് മാസി അവിടെ എവിടെയോ ഓഫായിട്ടുണ്ട്. ആ മാസി വരുന്നുണ്ട്. പിന്നെ മാസി ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് മെല്ലെ ഇടപോകുന്നല്ലോ. ഇതാവുപോലെ തന്നെ നമ്മുടെ സ്പീഡിൽ പോയിട്ട് നമ്മൾ ത്രോട്ടിൽ വിട്ടാൽ വണ്ടി സ്ലോ ആകും കേട്ടോ.
പറയാൻ പറ്റില്ല, ഒരു കോപ്രായങ്ങൾ അത്ര ഇല്ല. ഇത് നല്ല ഡ്രിഫ്റ്റിങ്, ഇതിന് പവറില്ല. 135cc വെച്ചാൽ അത്ര പവറൊന്നുമില്ല കേട്ടോ. കരയണ മുത്തേ വാ കയറുവാ. നീ ഇനി എപ്പോൾ ഇത് ഓടിക്കുവാ പപ്പ ഓടിക്കുന്ന പോലെ? വലുതായിട്ടാ? എപ്പാ നീ വലുതാവുക? കൊറേ പ്രാവശ്യാവും. എന്താ ആ നീ ഒരു റൗണ്ടിന് പോകണ്ട, ഹെൽമെറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് പപ്പ വിടാത്തത്. പപ്പനപ്പുറം മെല്ലെ വരുന്നതുകൊണ്ട് മാത്രം പപ്പ വിടും, അല്ല പപ്പ വിടില്ല. മെല്ലെ തള്ളിയിട്ട് മേലെ കൊണ്ടുവച്ചോ. ഓക്കെ, മഴ കൊള്ളാണ്ട് മേലെ സ്റ്റാർട്ടാക്കിയിട്ട് മേലെ കൊണ്ടുവയ്ക്കും. ഈ വണ്ടി നല്ല കണ്ടീഷനാട്ടോ, വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടച്ചപ്പാക്കി വിടാമെന്നില്ല. പിന്നെ സ്കൂൾ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ഒന്നുമില്ല, ഫുള്ളും മടിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, അപ്പം ഒന്നുമില്ല, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മക്കളെല്ലാം കൂട്ടാൻ ഒന്ന് പുറത്തൊക്കെ പോകാൻ ഒരു എൻജോയ്മെൻറ്റ്. നല്ല മഴയെല്ലാം തന്നെ ഫുള്ള് ചളിക്കുളത്തിലുള്ളത്. ബൽക്കി കണ്ടാലും ബാക്കി പ്രശ്നം എവിടെ ഉണ്ടാവും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് 135cc ആണ്. എനിക്ക് തോന്നുന്നു ഇതിൽ 50cc ഉണ്ട്, അതുപോലെ 70, 80 അങ്ങനെ എന്താണ് സീരീസ്. അതൊക്കെ വളരെ കുഞ്ഞിയാണ്. 135 ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റും, റയാന് മാത്രം, നമുക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് 135 എടുത്തത്. അപ്പോൾ ഇതിന് 90K അങ്ങാണ്ട് ഇതിൻ്റെ പ്രൈസ്, ഡെലിവറിയിലടക്കം 90-95 ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. വേർത്ത് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ വേർത്താണ്, ഓടിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പൈസ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് റോഡ്സ് ഉണ്ട്. എൻ്റെ മുമ്പിൽ കണ്ടു ഒരു വണ്ടി ഒന്നുമില്ല, ഇങ്ങനെ കറങ്ങി കുന്നും മലയൊക്കെ കറങ്ങി വരാൻ. ഇവിടെ നമ്മുടെ വീട് കുറച്ച് ഉള്ളേരി കിടക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേർത്താണ്, അതാണ്. പിന്നെന്താ പറയുക, ഒരു ഫീല്. പിന്നെ നിങ്ങൾ ആരും വിചാരിക്കുന്നത് മഴ കൊണ്ടിട്ട് പനി പിടിച്ച ചക്കയും കൊണ്ടാണോ മഴയത്ത് ഓടുകയെന്നുള്ളത്. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മക്കളെ മഴയും ചളിയും വെള്ളവും എല്ലാത്തിലിട്ടിട്ട് പെരക്കിയെടുക്കും. കാരണം എന്നാൽ മാത്രമേ ഇമ്മ്യൂണിറ്റി കൂടൂ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ജീവിച്ച അതേ രീതിയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഒരു മഴ വരുമ്പോൾ മോനെ ഉള്ളിലേക്ക് പോ, അല്ലെങ്കിൽ ഒരു വെള്ളം കാണുമ്പോൾ മോനെ ചവിട്ടണ്ട, ഒരു പുഴ കാണുമ്പോൾ പോണ്ട, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും അവർ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കട്ടെ, പ്രകൃതിയിൽ അവർ ഇറങ്ങട്ടെ, അവരെ ബോഡിയും കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിയുമായിട്ട് സെറ്റാവട്ടെ. കാരണം അസുഖങ്ങളൊക്കെ വരുന്നതും പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ അതുവരെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുറവായിരിക്കും. വേറെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ പൊട്ടത്തെറ്റാണെങ്കിൽ അതും നിങ്ങൾ പറയാട്ടോ. ഓക്കെ, നല്ല വീഡിയോസ് വരാണ്ട്, അടിപൊളി വീഡിയോസ് വരാണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യും. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ദിവസം കൂടുമ്പോൾ ഒരു കണ്ടൻറ്റ് എന്തായാലും ഉണ്ടാവും. വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കിയിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ തരാം കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.